നീറ്റ് 2024 റീനീറ്റ് നടക്കാനുള്ള സാധ്യതകൾ ഉന്നതാധികാര സമിതി അവർ നിശ്ചയിച്ചിട്ടുള്ള കമ്മിറ്റി തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അറിയുന്ന ഒരു അപ്ഡേറ്റ് ഉള്ളത്. പക്ഷെ അവര് റീനീറ്റ് നടത്താൻ വേണ്ടിയിട്ട് ആദ്യം പരീക്ഷയിൽ സമയം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് ഗ്രേസ് മാർക്ക് കൊടുത്ത കുട്ടികളെ മാത്രമാണ് ഇപ്പൊ പരിഗണിക്കുന്നത്. കാരണം അവർക്ക് ഗ്രേസ് മാർക്ക് കൊടുത്ത രീതി ഏകദേശം തെറ്റാണ് എന്നുള്ള രൂപത്തിൽ തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവർക്ക് ഗ്രേസ് മാർക്ക് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അവർക്ക് നഷ്ടപ്പെട്ട സമയത്തിന് പ്രൂഫ് ഉണ്ടെങ്കിൽ അവർക്ക് വീണ്ടും എക്സാം നടത്തല്ലാണ്ട് വേറെ വഴിയില്ല. ഇനി എല്ലാവരും ആവശ്യപ്പെടുന്ന പോലെ തന്നെ പരക്കെ മുഴുവൻ ആളുകൾക്കും വേണ്ടി റീനീറ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ അത് ഇതുവരെ തേടി തുടങ്ങിയിട്ടില്ല. അങ്ങനെ നടക്കണമെങ്കിൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് നടന്നിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള പ്രൂഫ് കിട്ടണം. അതല്ലാതെ റീനീറ്റ് നടക്കാനുള്ള സാധ്യതകളില്ല. അപ്പൊ അതിന് അന്വേഷണങ്ങൾ വേറെ നടക്കുന്നുണ്ട്. ഇന്ന് സുപ്രീം കോടതിയിൽ കേസ് കേൾക്കാനിരിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും 1563 ആളുടെ ഗ്രേസ് മാർക്ക് എടുത്തു കളയുന്നതിനെ പറ്റിയിട്ടുള്ള ചിന്തകൾ അവർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്ന പോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുക. അവർക്ക് വേണ്ടി മാത്രമായിട്ട് സമയം നഷ്ടപ്പെട്ട ആളുകൾക്ക്